ഹായ് മക്കളെ, വെൽക്കം ടു എജുപോഡ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രിസം അഥവാ സ്തംഭങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് അതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏതൊരു പ്രിസത്തിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിലും ലാറ്ററൽ സർഫസ് ഏരിയ അറിയണം, ബേസ് ഏരിയ അറിയണം. ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് പലതവണ കണ്ടിട്ടുള്ള ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. റെഡി ആണല്ലോ? എല്ലാവർക്കും എജുപോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 12 സെന്റിമീറ്റർ, അതായത് ബേസ് ഓഫ് എ പ്രിസം ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആൻഡ് അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ആണ്. വാട്ട് ഈസ് ഈ ടോട്ടൽ സർഫസ് ഏരിയ? അതിന്റെ ആകെ ഉപരിതല പരപ്പളവ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഉപരിതല പരപ്പളവ് കാണണമെങ്കിൽ ഒരു ഇക്വേഷൻ ആൻഡ് ലാറ്ററൽ സർഫസ് ഏരിയ കാണണമെങ്കിൽ ഒരു ഇക്വേഷൻ. നിങ്ങൾ ഏത് പ്രിസം വേണമെങ്കിലും എടുത്തോ. ഇവിടെ ഉള്ളത് നിങ്ങൾ നോക്കിക്കേ, ഇതൊരു സമഭുജ ത്രികോണാണ് ഇതിന്റെ പാദത്തുള്ളത്, പാദം ബേസ് ആയിട്ടുള്ളത്. അപ്പൊ സമഭുജ ത്രികോണ സ്തംഭം അല്ലെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെ, ഇക്വിലാറ്ററൽ ട്രയാങ്കുലാർ പ്രിസം എന്നാണ് നമ്മൾ ഇതിന് പറയാം. സോ എന്തെങ്കിലും ആവട്ടെ, അപ്പൊ ഏത് പ്രിസം ആണെങ്കിലും അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ പാർശ്വമുഖ പരപ്പളവ്, ഇതിന് ഞാൻ LSA എന്ന് എഴുതുക കേട്ടോ, LSA ലാറ്ററൽ സർഫസ് ഏരിയ, പാർശ്വമുഖ പരപ്പളവ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്തായാലും ബേസ് ഏതെങ്കിലും ഒരു ഷേപ്പിലുണ്ടാവുക, അതിനൊരു പെരിമീറ്റർ ഉണ്ടാവും. അതായത് പാദ ചുറ്റളവ് ബേസ് പെരിമീറ്റർ ഉണ്ടാവും. അപ്പൊ ആ ബേസ് പെരിമീറ്ററിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ പ്രിസത്തിന് ഒരു ഹൈറ്റ് ഉണ്ടാവും. ആ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങളുടെ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടി. അതായത് എന്താ സംഭവം? പാദ ചുറ്റളവിനോട് നിങ്ങൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഉയരത്തിന് ഗുണിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഇവിടെ എത്ര ലാറ്ററൽ ഫേസ് ഉണ്ട്? സാർ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ബേസ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിന് 3 ലാറ്ററൽ ഫേസുകൾ ഉണ്ടാവും. ഒന്ന് ഈ സൈഡിലേക്ക്, ഒന്ന് ഇങ്ങനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, ഒന്ന് അങ്ങോട്ടേക്ക്. അപ്പൊ 3 ഫേസുകൾ ഉണ്ടാവും, ലാറ്ററൽ ഫേസുകൾ. 2 ബേസ് ഉണ്ടാവും, 2 പാദം. അടിയിലൊരു ഭാഗവും മുകളിലേക്ക് നമ്മൾ നിലത്ത് വെക്കുന്ന ഭാഗമല്ലേ, ആ നിലത്ത് വെക്കുന്ന ഭാഗം തന്നെ മുകളിലും ഉണ്ടാവില്ലേ. അപ്പൊ 2 ബേസും. എല്ലാ പ്രിസത്തിനും 2 ബേസ് ഉണ്ടാവും. ആൻഡ് ലാറ്ററൽ ഫേസ് എത്രയാണെന്നുള്ളത് അതിന്റെ ഷേപ്പിനനുസരിച്ചിരിക്കും. അപ്പൊ ഇവിടെ ട്രയാങ്കുലാർ ആയതുകൊണ്ട് 3 ലാറ്ററൽ ഫേസ്. സോ സിമ്പിൾ സാർ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതാ പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. അപ്പൊ ഇതാണ് ഇതിന്റെ H എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനിൽ H നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ, ഇപ്പൊ നമ്മളോട് ചോദിച്ചത് ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ? അപ്പൊ അതേടാ, ടോട്ടൽ സർഫസ് ഏരിയ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആകെ ഉപരിതല പരപ്പളവ്, ഞാൻ TSA എന്ന് ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല പരപ്പളവ്. ഇതെങ്ങനെ ഫൈൻഡ് ചെയ്യുക? അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നോക്കിക്കേ, ഈ ചിത്രത്തിൽ ഞാൻ പറഞ്ഞു 3 ലാറ്ററൽ ഫേസ്, 3 പാർശ്വമുഖങ്ങളുണ്ട്, 2 പാദമുഖങ്ങളുണ്ട്. ഏത് പ്രിസം എടുത്തിട്ടുണ്ടെങ്കിലും 2 ബേസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലാറ്ററൽ സർഫസ് ഏരിയയും അതേപോലെ തന്നെ ബേസ് ഏരിയയും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ബേസ് ഏരിയ 2 എണ്ണം ഉണ്ടാവും, 2 എണ്ണത്തിൻ്റെ ആഡ് ചെയ്യണം, കാരണം താഴത്തും ഉണ്ടാവും മുകളിലും ഉണ്ടാവും. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ബേസുകളുടെയും ഏരിയ വേണം അല്ലേ. അപ്പൊ താഴത്ത് ഇവിടെ ഇതിപ്പോ ഒരു ട്രയാങ്കുലാർ പ്രിസ് ആയതുകൊണ്ടാണ് താഴത്തൊരു ബേസ്, മുകളിലൊരു ബേസ് കൂടി ഉണ്ടാവും. ഇനിയിപ്പോൾ അത് സ്ക്വയർ പ്രിസ് ആണെങ്കിലും താഴത്തൊരു ബേസ്, മുകളിലൊരു ബേസ് ഉണ്ടാവും. ഏത് പ്രിസ് ആണെങ്കിലും 2 ബേസ് അതിനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് 2 ഇൻറ്റു ബേസ് ഏരിയ, 2 ഇൻറ്റു ബേസ് ഏരിയ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയടാ? ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല പരപ്പളവ് കിട്ടി. അപ്പൊ എങ്ങനെയാണ് അത് എഴുതുക? ടോട്ടൽ സർഫസ് ഏരിയ അതാ നോക്കിയേ, LSA പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. അതാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് മലയാളത്തിൽ എഴുതാം, പാർശ്വപരപ്പളവ് പ്ലസ് 2 ഇൻറ്റു പാദപരപ്പളവ്, 2 ഇൻറ്റു പാദപരപ്പളവ്. അപ്പൊ പാദപരപ്പളവ് എന്താ? നമുക്ക് എന്തായാലും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ അല്ലേ, പാർശ്വപരപ്പളവ് പ്ലസ് 2 ഇൻറ്റു പാദപരപ്പളവ്. ഈസിയാണ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ആകെ ഉപരിതല പരപ്പളവ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ഞാൻ ഇങ്ങനെ എഴുതുന്നില്ല, TSA ആകെ ഉപരിതല പരപ്പളവ്, ഇങ്ങനെ മാത്രമേ എഴുതുന്നുള്ളൂ, ഷോർട്ടാക്കി എഴുതിയതാ. അതെന്താ ഇക്വേഷൻ? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ, 2 ഇൻറ്റു ബേസ് ഏരിയ. ശരിയല്ലേ? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇതിന്റെ ബേസ് ഏരിയ എന്താ നോക്കുക. അതാ ബേസ് ഏരിയ. ബേസ് ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ബേസ് ഏതാ ഷേപ്പ്?
നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ്. അപ്പൊ അതിന്റെ ഷേപ്പ് ഏതാന്ന് ഡിറ്റർമൈൻ ചെയ്യുക അതിന്റെ ബേസ് നോക്കിയിട്ടാ. അപ്പൊ ഇത് സമഭുജ ത്രികോണ സ്തംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസ് എന്തായിരിക്കും? ഒരു സമഭുജ ത്രികോണായിരിക്കും, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതിന്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് √3/4 ആയിരിക്കും എന്ത് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, അതായത് പരപ്പളവ്. ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3/4 എല്ലാ സൈഡും എ ആയിരിക്കും. സിമ്പിൾ ആയുള്ള കാര്യം. അങ്ങനെയാണ് നോക്കിക്കേടാ. അപ്പൊ നിങ്ങളുടെ ഇവിടെ തന്ന ഇതിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? √3/4 ചെയ്യണം. അപ്പൊ A² ചെയ്യണമെങ്കിൽ എനിക്ക് എ അറിയണം, പക്ഷെ എ അറിയില്ല. ഇവിടെ തന്നൊരു ഹിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, വൺ സൈഡ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ പെരിമീറ്റർ എന്താണോ അതുകൊണ്ട് 3നെ ഡിവൈഡ് ചെയ്താൽ പോരെ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 12 ഉള്ളത് അല്ലേ? അപ്പൊ 12നെ നിങ്ങൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് 4 സെന്റിമീറ്റർ ആണ് കിട്ടും. അപ്പൊ ഇതാണ് എന്ത് നിങ്ങളുടെ വൺ സൈഡ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3/4 ആണ്. ആരുടേതടാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പാദ പരപ്പളവ് നോക്കിയേ, പാദ പരപ്പളവ് അല്ലെങ്കിൽ ബേസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ ഈക്വൽ ടു √3/4 A² എന്നാണ്. അപ്പൊ എക്ക് പകരം നമുക്ക് കിട്ടിയത് എത്രയാ? 4. ഇതാണ് കേട്ടോ വൺ സൈഡ് എ എന്ന് പറയുന്നത്. അപ്പൊ 4² എന്ന് പറഞ്ഞാൽ 4 × 4 എന്ന് വരും. ശരിയല്ലേ? ഇനി നോക്കിക്കോ, വളരെ ഈസിയാണ്. ഈ ഒരു 4ഉം ഞാൻ ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് √3 × 4 എന്ന് മാത്രമേ ആൻസർ വരൂ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4√3 cm². യെസ്, അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബേസ് ഏരിയ കിട്ടി. ഇനി എന്താ വേണ്ടത്? ലാറ്ററൽ സർഫസ് ഏരിയ അത് പാർശ്വ പരപ്പളവ്. അതെന്തായിരുന്നു? ബേസ് പെരിമീറ്റർ, അതായത് പാദ ചുറ്റളവ്. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ഒക്കെ എഴുതിയില്ലേ? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, പാദ ചുറ്റളവ്. എത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നത്? 12 അല്ലേ? യെസ്, 12. അപ്പൊ 12 ഇൻറ്റു ഹൈറ്റ് എത്ര നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നത്? h5 ഉയരം. സോ 12 × 5 എന്ന് പറഞ്ഞാൽ 60. അപ്പൊ 60 സെന്റിമീറ്റർ, 60 cm² ആയിരിക്കും എന്ത് നിങ്ങളുടെ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ, അതായത് ആകെ ഉപരിതല പരപ്പളവ്. സോ ആകെ ഉപരിതല പരപ്പളവ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഓൾറെഡി എഴുതി വെച്ചതാണ്. ആ ഇക്വേഷൻ ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാ? 60. അപ്പൊ 60 + 2 × ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാ? 4√3. സോ നിങ്ങളുടെ ആൻസർ നോക്കടാ, 60 + 2 × 4 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ 8√3. അപ്പൊ 68√3 എന്നാണോ ആൻസർ? അല്ല, ഇത്ര മാത്രം എഴുതിയാൽ മതി. 60 + 8√3 cm². അപ്പോൾ ഈസി ആണല്ലോ. ഈ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാതെ പോകരുത്. ആൻഡ് ഈ 2 ഫോർമുലയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുല ആയിരിക്കും. ഇത് വെച്ച് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ആൻഡ് നമ്മുടെ പ്രിസം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് ലൈവ് ഇന്ന് രാത്രി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സ് കാണാൻ പറ്റും. അപ്പോൾ ആ ലിങ്ക് ഇപ്പോഴേ നിങ്ങളൊന്ന് നോട്ടിഫൈ ചെയ്ത് വെക്കുക. ആൻഡ് രാത്രി ലൈവിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. അപ്പോൾ അവിടെ കാണാം. ബൈ.